ഇതിലേറ്റവും പ്രാധാന്യമുള്ളത് മതപരമായ ആചാരത്തെയും അനാചാരത്തെയും നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ അടിസ്ഥാനപരമായ ചില അറിവുകൾ സ്വായത്തമാക്കുക എന്നതാണ്. അത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമൂഹത്തിൽ ഉടലെടുക്കുന്ന പുതിയ വാദങ്ങളെയും മതവിരുദ്ധമായ അനാചാരങ്ങളെയും വേർതിരിച്ചറിയാനും അതിൽ നിന്ന് വിട്ടുനിൽക്കാനും തീർച്ചയായും നമുക്ക് സാധിക്കും. അസുന്ന എന്ന് പറയുന്നത് പല അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. സുന്നത്ത് എന്നത് ഇപ്പൊ ഫർള് സുന്നത്ത് എന്ന് സാധാരണ ഉപയോഗം നിങ്ങൾക്കൊക്കെ അറിയാം. നിസ്കാരത്തിന്റെ ഫർളുകൾ, നിസ്കാരത്തിന്റെ സുന്നത്ത് നമ്മൾ പറയാറുണ്ട്. അവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാലുള്ള അർത്ഥം നമ്മൾ ചെയ്താൽ നമുക്ക് കൂലി കിട്ടും, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റവും കിട്ടൂല എന്ന് അവിടുത്തെ സുന്നത്തിനർത്ഥം. ഇനി ഖുർആന് സുന്നത്ത് എന്നൊരു പ്രയോഗം നിങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഖുർആന് സുന്നത്ത് എന്നിങ്ങനെ പറയും. ആ പറയുന്നിടത്ത് സുന്നത്തിന് മറ്റൊരർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അംഗീകാരം ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിനാണ് ഖുർആന് സുന്നത്ത് എന്ന് പറയുമ്പോൾ സുന്നത്ത് എന്ന് പറയും. ഇപ്പൊ സ്വഹീൽ ബുഖാരിയിലൊക്കെ ഉള്ള ഹദീസുകളെ ആ അർത്ഥത്തിലാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ഉപയോഗം, അത് സുന്നത്ത് ബിദ്അത്ത് എന്ന് പറയുമ്പോഴുള്ള സുന്നത്താണ്. അവിടെ സുന്നത്തിന്റെ അർത്ഥം ഈ പറഞ്ഞ രണ്ടുമല്ല. അതെന്താ? മാ വാഫഖ ശർഅ, ശർഇനോട് യോജിച്ച കാര്യമെന്നാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ചതുർ പ്രമാണങ്ങളുണ്ട് നമുക്ക്. 4 പ്രമാണങ്ങളാണ്. ഒന്ന് പരിശുദ്ധ ഖുർആൻ, മറ്റൊന്ന് പ്രവാചകരുടെ സുന്നത്ത്, വേറെ ഒന്ന് ഇജ്മാ, ഖിയാസ്. ഈ 4-ൽ ഒരു പ്രമാണത്തിന് വിധേയമായ കാര്യമാണെങ്കിൽ അതിനാണ് ബിദ്അത്തിനെതിരെയുള്ള സുന്നത്ത് എന്ന് പറയുക. അഥവാ ആചാരം അല്ലെങ്കിൽ സദാചാരം എന്ന് പറയുന്നത് പ്രമാണ പിന്തുണയുള്ള കാര്യത്തിനാണ്. ഇത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ബിദ്അത്ത് എന്താണ് നമുക്ക് വേഗം മനസ്സിലായി. അതെന്താ? പ്രമാണങ്ങളുടെ പിൻബലമില്ലാത്തതിനെ ബിദ്അത്ത് എന്ന് പറയും. അപ്പൊ പ്രമാണത്തിന്റെ പിന്തുണയുള്ളത് സുന്നത്ത്, ആചാരമാണ്. പ്രമാണത്തിന്റെ പിന്തുണയില്ലാത്തത് ബിദ്അത്ത്, അത് ദുരാചാരമാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടതാണ്. ഈ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഞാനൊരു പറയുന്ന കാര്യം നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. പുണ്യകർമ്മങ്ങളാണല്ലോ നമ്മൾ ഈ സുന്നത്ത് എന്ന് പറഞ്ഞ പ്രമാണ വിധേയമായ കാര്യങ്ങളൊക്കെ. ആ പുണ്യകർമ്മങ്ങൾ 2 വിധത്തിലുണ്ട്. ഒന്ന് പ്രത്യേകമായ രൂപവും രീതിയും അല്ലാഹുവും റസൂലും നിശ്ചയിച്ചു തന്ന പുണ്യകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് നിബന്ധനകൾ ഉണ്ടാകും, ഫർളുകൾ ഉണ്ടാകും, ഷർത്തുകൾ ഉണ്ടാവും, ആദാബുകൾ ഉണ്ടാവും. ഇതൊക്കെ പ്രത്യേകമായ സമയവും രീതിയും രൂപവും ശറഅ് വെച്ചു തന്നിട്ടുള്ള പുണ്യകർമ്മങ്ങളാണ്. ഉദാഹരണം ഏതുപോലെ 5 നേരത്തെ നിസ്കാരം, അതെല്ലാവർക്കും അറിയാം. അത് അള്ളാഹു പ്രത്യേകമായ സമയം വെച്ച, നിബന്ധനകൾ വെച്ച, റക്അത്തുകൾ വെച്ച, രീതിയും രൂപമൊക്കെ നിശ്ചയിച്ച സംഗതിയാണല്ലോ. അതുപോലെ തന്നെയാണ് റമളാൻ മാസത്തിലെ നോമ്പ്, നമ്മുടെ ഹജ്ജ്, സക്കാത്ത്, ജുമുഅ നിസ്കാരം, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ശറഇൽ പ്രത്യേക രീതിയും രൂപവും നിശ്ചയിച്ചു തന്ന ഇബാദത്താണ്. ഇതാണ് പ്രത്യേകമായ ഇബാദത്ത്. അതിന് ഇബാദത്തും മഖ്സൂസ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇബാദത്തുകളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഒരു ഐറ്റം ഉണ്ട്. അതേതാ? പ്രത്യേകമായ രീതിയും രൂപവും ശറഅ് നിശ്ചയിച്ചിട്ടില്ല, എന്നാൽ പൊതുവിൽ പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യം. ഉദാഹരണത്തിന് നമ്മൾ ഈ വഅലിന്റെ സദസ്സ്, ഇൽമു പഠിപ്പിക്കൽ, ദീനിന്റെ പ്രബോധനം നടത്തൽ, ദിക്ർ ചൊല്ലൽ, ഇങ്ങനെ തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇന്ന രൂപത്തിലേ ആകാവൂ എന്ന് നിഷ്കർഷിക്കാതെ മൊത്തത്തിൽ പ്രോത്സാഹനം തന്ന പുണ്യകർമ്മങ്ങളുണ്ട്. ഈ 2 തരമുണ്ടെങ്കിലും ഇതിൽ ആദ്യം പറഞ്ഞ അഥവാ പ്രത്യേക രീതിയും രൂപവും അല്ലാഹുവും റസൂലും നിശ്ചയിച്ചു തന്ന പുണ്യകർമ്മങ്ങളെ
ഏതെങ്കിലും വിധത്തിൽ മാറ്റാനോ തിരുത്താനോ കൂട്ടാനോ കുറക്കാനോ നമുക്ക് അനുമതിയില്ല. ഉദാഹരണത്തിന് ഇതുപോലെ 5 നേരത്തെ നിസ്കാരം അതൊരു 6 നേരമാക്കാനോ അല്ലെങ്കിൽ 4 നേരമായിട്ട് കുറക്കാനോ നമുക്ക് പറ്റുമോ? അത് പറ്റൂല. അതേപോലെ സുബഹി നിസ്കാരം 2 റക്അത്താണ് അള്ളാഹു നിശ്ചയിച്ചത്. അപ്പൊ നമുക്കിങ്ങനെ തോന്നാണ് സുബഹിക്കാണല്ലോ നമുക്ക് കുറച്ചുകൂടി എക്സസൈസ് ഒക്കെ ആവശ്യമുള്ളത്. ആൾക്കാരൊക്കെ ഇപ്പൊ സുബഹി നിസ്കരിച്ചാൽ ഇങ്ങനെ ഇറങ്ങി നടക്കുകയാണ്. അതൊരു 20 റക്അത്തായി കിട്ടിയാല് ആ നടത്തത്തിന് പകരം നിസ്കാരല്ലേ, നല്ല സംഗതിയല്ലേ എന്ന് പറഞ്ഞ് അത് 20 ആക്കാൻ പറ്റുമോ? അത് പറ്റൂല. അതേ സമയത്ത് ഈ തറാവിഹോ റമളാനില് നോമ്പ് നോറ്റ് ക്ഷീണിച്ച് നോമ്പ് തുറന്നതിന്റെ പുറമെ വീണ്ടും ക്ഷീണിച്ച് ഇശാവും കഴിഞ്ഞ് ഒന്ന് കിടക്കണമെന്ന് തോന്നുന്ന സമയത്ത് അതാകട്ടെ 20 റക്അത്ത്. അതൊരു 2 ആയി കിട്ടിയാൽ തിരക്കടില്ല എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. സുബഹി ശേഷം കൂടിയാലും പ്രശ്നമില്ല എന്നും തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ ആഗ്രഹത്തിനനുസരിച്ച് അത് കൂട്ടാനോ കുറക്കാനോ മാറ്റാനോ തിരുത്താനോ പറ്റൂല. അതാണ് ആ ഇബാദത്തുകളുടെ പ്രത്യേകത. അതേപോലെ നിസ്കാരത്തിൽ നബിതങ്ങൾ പറഞ്ഞു നിങ്ങൾ റുകൂഇൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഅലീം ചെയ്യണം. അതായത് സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന ദിക്ർ നിങ്ങൾ റുകൂഇൽ ചൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ദിക്റിന് പകരം ഒരാൾ ചിന്തിക്കുകയാണ് യാസീൻ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി എന്ന സൂറത്തിനേക്കാൾ പുണ്യമില്ലേ, അതുകൊണ്ട് ഞാൻ റുകൂഇൽ യാസീൻ ഓതട്ടെ എന്നൊരാൾ പറഞ്ഞാൽ മതം അനുവദിക്കോ? ഇല്ല. റക്കൂല് നബിതങ്ങൾ ചൊല്ലാൻ പറഞ്ഞത് നമ്മൾ ചൊല്ലരുത്, അതിനാ കൂലി കിട്ടുക. നമ്മളെ വകയിൽ അവിടെ വേറെ കൊണ്ടുവരാൻ പാടില്ല. അതാണ് പ്രത്യേകമായ ഇബാദത്തുകളുടെ പ്രത്യേകത. അത് അല്ലാഹു റസൂലും എങ്ങനെ വെച്ചോ അതേപോലെ ചെയ്തിരിക്കണം. അതിൽപ്പെട്ടതാണ് ജുമുഅ നിസ്കാരം. ജുമുഅ നിസ്കാരം സാധാരണ ളുഹുർ നിസ്കാരം പോലെയല്ല. ജുമുഅ നിസ്കാരം 2 റക്അത്തെ അല്ലാഹു വെച്ചിട്ടുള്ളൂ. അതേ സമയത്ത് അതിന് പകരമെന്നോണം 2 ഖുതുബ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഖുതുബയും നിസ്കാരവും ഒക്കെ അല്ലാഹു റസൂലും പ്രത്യേകമായ ഒരു ഇബാദത്തായി നിശ്ചയിച്ചു എന്നതുകൊണ്ട് അവരെങ്ങനെയാണോ അത് ചെയ്ത് കാണിച്ചു തന്നത് അതേ രീതിയിൽ തന്നെ ചെയ്യണം. ജുമുഅയുടെ ഖുതുബ അത് കന്നഡ ഭാഷയിലേക്കാക്കാൻ പറ്റുമോ? മലയാളത്തിലേക്കാക്കാൻ പറ്റുമോ? പറ്റില്ല. അറബി ഭാഷയിൽ തന്നെ ആവണം. എന്താ കാരണം? അത് പ്രത്യേകമായ ഒരു ഇബാദത്താണ്. ഉദാഹരണം പറഞ്ഞാൽ സാധാരണ ഈ പ്രസംഗം പോലെയല്ല. ഈ പ്രസംഗം എനിക്ക് മലയാളത്തിൽ പറയാം. സ്വാഗതം പറഞ്ഞ സഖാഫി ഉസ്താദ് ഇവിടെ നിങ്ങളെ കന്നഡയിലാണ് സ്വാഗതം പറഞ്ഞത്. ഇനി ഇംഗ്ലീഷിൽ സംസാരിക്കുന്നതിനൊന്നുമില്ല, അത് സാധാ പ്രസംഗം. പക്ഷേ ജുമുഅ ഖുതുബ അങ്ങനെ ഒരു സാധാ പ്രഭാഷണമല്ല. അതിന് ഒരുപാട് നിബന്ധന ശറഅ് വെച്ചിട്ടുണ്ട്. ഉദാഹരണം, അത് വെള്ളിയാഴ്ച തന്നെ ആവണം. ഒന്ന്, ഇപ്പൊക്കെ അവധി ദിവസമൊക്കെ ഞായറാഴ്ചയല്ലേ. അപ്പൊ ആൾക്കാരെ കൂടുതൽ കിട്ടി നല്ലൊരു ഉപദേശക്കോൽക്ക് കൊടുക്കാൻ നല്ലത് ഒഴിവ് ദിവസമാട്ടെ എന്ന് കരുതി ഒരു മഹല്ലിൽ ആൾക്കാരൊക്കെ വാട ജുമുഅ ഞായറാഴ്ച ആക്കിയാൽ സ്വയ്യാവോ? ഇല്ല, അത് വെള്ളിയാഴ്ച തന്നെ ആവണം. എന്നാലോ രാവിലെ വൈകുന്നേരമൊക്കെ ആണെങ്കിൽ ചൂട് കുറച്ച് കുറവുണ്ടാവും. അങ്ങനെ ആക്കാൻ പറ്റുമോ? ആൾക്കാർക്ക് ഒരു ഉപദേശം കിട്ടണതല്ലേ, അത് എല്ലാരും പങ്കെടുക്കാൻ പറ്റിയ ഒരു സമയമായിക്കോട്ടെ. അത് പറ്റൂല്ല. അത് ളുഹുറിന്റെ സമയത്ത് തന്നെ ആവണം. നട്ടുച്ച നേര ളുഹുറിന്റെ സമയത്താവണം. ഇനി പല പള്ളിയിലും ആൾക്കാർ ജുമുഅക്ക് എത്തിപ്പെടുന്നത് ഖുതുബ ഒക്കെ കഴിഞ്ഞ് നിസ്കാരം തുടങ്ങാനാകുമ്പോഴേക്കാ. നമ്മൾ ആ ഖുതുബ നിസ്കാര ശേഷാക്കുക. ആൾക്കാർക്ക് സംഗതി മനസ്സിലാകില്ലേ വേണ്ട? അങ്ങനെ പറ്റുമോ? ഇല്ല. അത് നിസ്കാരത്തിന്റെ ശേഷം തന്നെ പാടുള്ളൂ. മാത്രമല്ല മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, വിവരമുള്ള ഖതീബ് 2 റക്അത്ത് നിസ്കാരത്തെക്കാൾ ചുരുക്കി നിർവഹിക്കാൻ ശ്രമിക്കുന്ന ആളാണ് ഖുതുബ. അപ്പൊ ഒരു നെടുനീളൻ പ്രസംഗമല്ല ഖുതുബ, ചെറിയ പ്രസംഗാണ്. അതിനെ 2 എണ്ണാക്കി ചെയ്യുകയും വേണം. ശറഅ് പ്രത്യേകമായ രീതിയും രൂപവും വെച്ചതാ. ഈ പ്രസംഗം നടത്തുന്ന സമയത്ത് എനിക്ക് ഒളു ഉണ്ടാവൽ ഷർത്തില്ല. ഇതിനു വേണ്ടി ഔറത്ത് മറക്കലും നിർബന്ധമല്ല. ഔറത്ത് പൊതുവിൽ മറക്കൽ നിർബന്ധമേ ഉള്ളൂ. അതേപോലെ തന്നെ ഈ പ്രസംഗം നടത്തുന്ന പുരുഷൻ തന്നെ ആയിരിക്കണം. ജുമുഅ ഖുതുബ ആര് നടത്തിയാൽ പറ്റൂല, പെണ്ണ് നടത്തിയാൽ പറ്റൂല, ആണ് തന്നെ ആയിരിക്കണം.
വലിയ അശുദ്ധി ഉണ്ടായാൽ നിർബന്ധമായും കുളിച്ചിരിക്കണം. ഇതൊന്നും സാധാ പ്രഭാഷണത്തിന് നിബന്ധനയല്ല. അതേപോലെ ഈ പ്രഭാഷണം അല്ലെങ്കിൽ ഈ ജുമാ ഖുതുബ അത് അറബി ഭാഷയിൽ തന്നെ ആയിരിക്കണം. അവിടെയാണ് മതം പ്രത്യേകമായ ഒരു രൂപവും രീതിയും നിശ്ചയിച്ച ഇബാദത്താണെങ്കിൽ അതിന്റെ രൂപവും രീതിയും മാറ്റാൻ പറ്റില്ല. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നു, യുസ്തർതു ജുമാ ഖുതുബ അറബി ഭാഷയിലാവൽ ശർത്താണ്. ലിഅന്നഹു ദിക്റും മഫ്റൂള്, കാരണം അത് ഫർളാക്കപ്പെട്ട ഒരു ദിക്റാണ്, അതൊരു സാധാരണ പ്രസംഗമല്ല. ഫശുരിത ഫീഹിൽ അറബിയ്യ, അതുകൊണ്ട് ജുമാ ഖുതുബയിൽ അറബ് ഭാഷ ശർത്താണ്. കത്തശഹുദി വതക്ബീറത്തുൽ ഇഹ്റാമി, അത്തഹിയാത്ത് പോലെയും തക്ബീറത്തുൽ ഇഹ്റാം പോലെയും അതൊന്നും മലയാളത്തിലോ കന്നഡയിലോ ചൊല്ലാൻ പറ്റൂലല്ലോ. അതുപോലെ ഫർളായ ഒരു ദിക്റാണ് എന്നതുകൊണ്ട് തന്നെ അറബി ഭാഷയിലാവൽ ശർത്താണ്. മാത്രമല്ല മഅ ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞിട്ടുമുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിസ്കരിക്കണം. വകാന യഖ്തുബു ബിൽ അറബിയ്യ, മുത്തുനബി അറബി ഭാഷയിലായിരുന്നു ഖുതുബ നിർവഹിച്ചത്. അപ്പൊ അതേ രീതിയിൽ അറബി ഭാഷയിൽ ജുമാ നിസ്കാരത്തിന്റെ മുമ്പ് വെള്ളിയാഴ്ച ളുഹറിന്റെ സമയത്ത് 2 ഖുതുബ ഓതി നബി അറബി ഭാഷയിൽ ഖുതുബ ഓതി അറബി ഭാഷയിൽ നിസ്കരിച്ചു. അതേപോലെ തന്നെ ചെയ്യണം, കാരണം ഇതൊരു സാധാരണ പ്രസംഗമല്ല. അപ്പൊ പ്രത്യേകമായ ഇബാദത്തായതുകൊണ്ടാണ് അത് അറബി ഭാഷയിൽ തന്നെ ആവണം എന്ന് പറഞ്ഞത്. പിന്നെ ലോകത്ത് ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിച്ചത് ആരാ? മുജാഹിദ് വിഭാഗമൊക്കെ അവരെ വലിയ നേതാവാക്കി വാഴ്ത്തുന്ന, കേരളത്തിലേക്ക് വഹാബിസത്തെ കൊണ്ടുവന്ന, കർണാടകയിലേക്കൊക്കെ വഹാബിസം കടന്നു വന്ന വഴി ഈജിപ്തിലെ റഷീദുർ എന്ന വ്യക്തിയിലൂടെയാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറുൽ മനാർ എന്ന ഒരു ഗ്രന്ഥവും അദ്ദേഹത്തിന്റെ മജല്ലത്തുൽ മനാർ എന്ന പേരുള്ള മാസികയുമാണ് ഇവിടത്തെ ആളുകൾ വഹാബിസത്തിലേക്ക് ആകൃഷ്ടരാകാൻ കാരണക്കാരായ. ആ തഫ്സീറുൽ മനാറിന്റെ 9-ാം വാല്യം 313-ാമത്തെ പേജിൽ റഷീദുർ തന്നെ പറയുന്നു, ആരാണ് അറബേതര ഭാഷയിലേക്ക് ജുമാ ഖുതുബ ആദ്യമായി നിർവഹിക്കാൻ മുന്നോട്ട് വന്നത്. അദ്ദേഹം പറയുന്നു, ലാ യസാലൂന യഖറഊനൽ ഖുർആന വ അദ്കാറു സ്വലാത്തി വൽ ഹജ്ജി വൽ ഹജ്ജി ബിൽ അറബിയ്യ, ലോക മുസ്ലിമീങ്ങളെല്ലാം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തത്, ഹജ്ജിന്റെയും നിസ്കാരത്തിന്റെയും ദിക്ർ ചൊല്ലിയത് അതൊക്കെ അറബി ഭാഷയിലായിരുന്നു. വകദാലിക ഖുതുബത്തുൽ ജുമുഅത്തി വൽ ഈദൈൻ, അതേ പ്രകാരം തന്നെ 2 ജുമുഅയുടെ 2 ഖുതുബയും 2 പെരുന്നാളിന്റെ ഖുതുബയും അറബിയിലാണ് ലോക മുസ്ലിമീങ്ങൾ ചെയ്തു പോന്നിട്ടുള്ളത്. ഇല്ലാ മാ ശദ്ദത്ത് ബിഹി അൽ ഹുകൂമത്തുൽ കമാലിയത്തു തുർക്കിയ, തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ എന്നറിയപ്പെടുന്ന ഇസ്ലാമിക ഖിലാഫത്തിനെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റിക്കൊടുത്ത് ഇസ്ലാമിക സംസ്കാരത്തെ തന്നെ ആ തുർക്കിയിൽ നിന്ന് ഉച്ചാടനം ചെയ്യാൻ കൂട്ടുനിന്ന വ്യക്തിയായ റഷീദുള്ളയാണ് ആദ്യമായി അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കാൻ തുനിഞ്ഞത്. അമറത്തിൽ ഖുതബാ, അയാൾ ഖത്തീബുമാരോട് കൽപ്പിച്ചു, നിങ്ങൾ തുർക്കി ഭാഷയിൽ ഖുതുബ ഓതണം. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം അതിന് തുനിഞ്ഞത്? തംഹീദൻ ലിസ്സലാത്തി ബിഹാ, ഭാവിയിൽ നിസ്കാരത്തിന്റെ കൂടി ഭാഷ തുർക്കിയിലേക്ക് മാറ്റുന്നതിന്റെ ആദ്യപടിയാണ്. അതെന്താ കാരണം? അയാള് ഇസ്ലാമിക ഖിലാഫത്തിനെ തകർക്കാൻ വേണ്ടി ജനങ്ങളെ സംഘടിപ്പിച്ച ഒരു ന്യായമുണ്ട്. അതെന്തായിരുന്നു? അറബ് ദേശീയതയുടെ പിന്നിൽ നമ്മൾ പോകേണ്ടവരല്ല, നമ്മൾ തുർക്കികളാണ്. അതുകൊണ്ട് തന്നെ അറബ് നാട്ടിൽ നിന്ന് വന്ന ഖിലാഫത്തിനെ നമ്മൾ വലിച്ചെറിയണം, നമ്മൾ തുർക്കി ദേശീയതയിലേക്ക് വരണം. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആരാധനകളുടെ ഭാഷയെല്ലാം തുർക്കിയിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞ് പർദ്ദ വലിച്ചെറിഞ്ഞ, തൊപ്പി നിരോധിച്ച, പള്ളികൾ പൊളിച്ച് അത്
കള്ളിൻ ഷാപ്പാക്കിയ വ്യക്തിയാണ് ഈ മുസ്തഫ കമാൽ. അയാൾ കൊണ്ടുവന്നൊരാശയമാണ് അറബേതര ഭാഷയിലെ ജുമാ ഖുതുബ. അത് പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്താ? ഇസ്ലാമിലെ പ്രത്യേകമായ രീതിയും രൂപവും മതം നിശ്ചയിച്ചു തന്നിട്ടുള്ള ഇബാദത്തുകളെ മാറ്റുന്നത് അനാചാരമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ നാട്ടിലുള്ള പുത്തനാശയക്കാർ, അത് വഹാബികളാകട്ടെ മൗദൂദികളാകട്ടെ, അവരൊക്കെ ജുമുഅയുടെ ഖുതുബ അറബേതര ഭാഷയിൽ നിർവഹിക്കുന്നത് അനാചാരമാണ്, മതവിരുദ്ധമാണ്. 1300 കൊല്ലക്കാലത്തെ മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിലില്ലാത്ത ഇസ്ലാമിന്റെ കഠിന വിരോധിയായ ഒരു വ്യക്തി തുടക്കം കുറിച്ച ഒരു ദുരാചാരമാണ്. ആ ദുരാചാരം നടക്കുന്ന പള്ളിയിൽ കയറി ജുമുഅയിൽ നമ്മൾ പങ്കെടുത്താൽ ആ ജുമുഅ ഒരിക്കലും അല്ലാഹു സ്വീകരിക്കൂല. ജുമുഅ എന്ന് പറയുന്നത് മുത്തനബി പറഞ്ഞത് അൽ ജുമുഅതു ഇലൽ ജുമുഅ കഫാറത്തുൽ ലിമാ ബൈനഹുമാ. ഒരു ജുമുഅയുടെ ഇടയിലുള്ള 7 ദിവസത്തെ പാപങ്ങളെ സ്വഹീഹായ ഒരു ജുമുഅ കൊണ്ട് നമുക്ക് പുറത്തു കിട്ടും. മാത്രമല്ല അവിടുന്ന് പറഞ്ഞു 3 ദിവസത്തത് എക്സ്ട്രയും അല്ലാഹു തരും. അങ്ങനെ 10 ദിവസത്തെ പാപം പൊറുക്കുന്ന ഒരു ഇബാദത്താ ജുമുഅ ഖുതുബ. അതൊരിക്കലും പരിഭാഷപ്പെടുത്തുന്ന പള്ളിയിൽ പോയി അല്ലെങ്കിൽ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബ നിർവഹിക്കുന്ന പള്ളിയിൽ പോയി നമ്മൾ നിർവഹിക്കരുത്. അത് അനാചാരമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റം കിട്ടുന്ന ഒരു രീതിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ പള്ളികളിൽ വന്ന് ജുമുഅയും ജമാഅത്തും നടത്തുക, അത് ഇസ്ലാം പ്രത്യേകമായ ഒരു ഇബാദത്തായി നിശ്ചയിച്ച സംഗതിയാണ്. 5 നേരത്തെ ജമാഅത്ത് എല്ലാ നാട്ടിലെ പള്ളിയിലും നടക്കണം. അതുപോലെ ജുമുഅ അത് എല്ലാ നാട്ടിലെ പള്ളിയിലും നടക്കണം. എന്നാൽ പള്ളിയിൽ നടക്കുന്ന ജുമുഅയിലും ജമാഅത്തിലും മതം നിശ്ചയിച്ചത് ആര് പങ്കെടുക്കണമെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ പ്രധാനമായും പള്ളിയെ കുറിച്ച് പറയുന്ന 2 ആയത്തുകൾ നമുക്ക് കാണാം. അതിലൊന്ന് സൂറത്തു തൗബയിലെ 108ാമത്തെ ആയത്താണ്. അവിടെ അല്ലാഹു തആല പറയുന്നു ല മസ്ജിദുൻ നുസ്സിസ അല തഖ്വാ മിൻ അവ്വലി യൗം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ആദ്യമായി തറക്കല്ലിട്ട മസ്ജിദുൽ ഖുബായിനെ സൂചിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, ആ തഖ്വയിൽ അധിഷ്ഠിതമായി തുടക്കം കുറിച്ച പള്ളി അഹഖു അൻ തഖൂമ ഫീ, ആ പള്ളിയിൽ ചെന്ന് നിസ്കരിക്കാനാണ് അങ്ങേക്ക് അർഹതയുള്ളത്. അതിന്റെ അപ്പുറത്ത് മസ്ജിദുൽ ളിറാർ എന്ന പേരിൽ മുനാഫിഖീങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് മുത്തുനബിനെ ക്ഷണിച്ചപ്പോ മുനാഫിഖുകളുടെ പള്ളിയിൽ അങ്ങ് പോകരുത് നബിയേ എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ മുത്തുനബിക്ക് അല്ലാഹു നിർദ്ദേശം കൊടുത്തു. എന്നിട്ട് തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയുടെ സവിശേഷത അല്ലാഹു വിശദീകരിക്കുന്നത് ഫീഹി റിജാൽ, തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളിയിൽ ആരാണ് നിസ്കരിക്കാൻ വരുന്നത്? ആണുങ്ങളാണ്, അവിടെ പുരുഷന്മാരാണ്. യുഹിബ്ബൂന അൻ യതതഹറു, അവരാത്മവിശുദ്ധി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ആണുങ്ങളാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അവരെ അല്ലാഹു പ്രിയം വെക്കുന്നു. അപ്പൊ അല്ലാഹു നബിതങ്ങളോട് പോകാനും നിസ്കരിക്കാനും കൽപ്പിച്ച പള്ളി ആണുങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയാണ്, പെണ്ണുങ്ങൾ നിസ്കരിക്കുന്ന പള്ളിയാണ് എന്നല്ല പറഞ്ഞത്. ഇനി കേൾക്കൂ നിങ്ങൾ, സൂറത്തു നൂറിലെ 36ാമത്തെ ആയത്തിലാണ് പിന്നെ പള്ളിയെ കുറിച്ച് അല്ലാഹു പറയുന്നത്. അവിടെ എന്താ അല്ലാഹു പറഞ്ഞത്? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫിഹാ ഇസ്മു, ഉയർത്തി നിർമ്മിക്കാനും അല്ലാഹുവിന്റെ നാമം ഉദ്ഘോഷിക്കുവാനും അല്ലാഹു സമ്മതം ചെന്ന വീടുകൾ യുസബ്ബിഹു ലഹു ഫിഹാ ബിൽ ഗുദുവി വൽ ആസാൽ, രാപ്പകൽ ഭേദമന്യേ അവിടെ വന്ന് നിസ്കാരം നിർവഹിക്കും. ആര്? റിജാലുൻ, ആണുങ്ങള്. ലാ തുൽഹിഹിം ബൈഉം വലാ തിജാറത്തുൻ അൻ ദിക്രില്ലാഹ്, കച്ചവടങ്ങളോ മറ്റു ജോലികളോ ഒന്നും അവിടെ നിസ്കാരം നിർവഹിക്കുന്നതിനെ തൊട്ട് അവരെ തടയൂല. അത് കൃത്യമായി നിസ്കരിക്കുന്ന ആണുങ്ങളാണ് ആ പള്ളിയിൽ വരുന്നത്. അപ്പൊ ഈ ആയത്തിലും പള്ളിയിൽ നിസ്കരിക്കുന്നത് ആണുങ്ങളാണെന്ന് അല്ലാഹു പ്രത്യേകം പറയുന്നു. മഹാന്മാരായ ഇമാമിങ്ങൾ ഈ പ്രത്യേകമായി ആണുങ്ങൾ എന്ന് എടുത്തു പറഞ്ഞത് എന്തിനാണ്?
എന്തിനാണെന്ന് വിശദീകരിക്കുന്നത് കാണാം. ഇമാം സ്വാവി തങ്ങൾ പറയുന്നു, ഖുസ്സൂ ബിദ്ദിക്രി, ഇവിടെ ആണുങ്ങളെ പ്രത്യേകം പരാമർശിച്ചത് ലിഅന്ന ശഅനഹും ഹുളൂരിൽ മസാജിദി ലിൽ ജുമുഅത്തി വൽ ജമാഅ, ജുമുഅക്കും ജമാഅത്തിനും പള്ളിയിൽ വരിക എന്നത് ആണുങ്ങളുടെ പ്രത്യേകത ആയതുകൊണ്ടാണ്. ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, എന്റെ ഈ രണ്ടായത്തിലും അല്ലാഹു ആണുങ്ങളാണ് ആ പള്ളിയിൽ നിസ്കരിക്കുന്നതെന്ന് പറയാനുള്ള കാരണം സ്ത്രീകൾ കച്ചവടത്തിന് പോകുന്നവരോ അതല്ല ജമാഅത്തിന് പോകുന്നവരോ അല്ല, അതുകൊണ്ടാണ് ആണുങ്ങളെ മാത്രം ഇവിടെ പ്രത്യേകം പറഞ്ഞത്. അപ്പൊ പരിശുദ്ധ ഖുർആൻ പള്ളിയിൽ നടക്കുന്ന ജുമുഅ ജമാഅത്തിന് പ്രത്യേകമായ ഒരു രീതിയും രൂപവും അത് നിർവഹിക്കേണ്ടത് ആരാണെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അത് ആണുങ്ങളാണെന്ന് ഖുർആൻ പറയുന്നു. ഇനി നോക്കൂ, നിങ്ങൾ മുത്തനബി പറഞ്ഞത് കാണാം. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയാൻ, മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലൈസ അലൻ നിസാഇ ഗസ്വ, സ്ത്രീകൾ അവർ യുദ്ധത്തിന് പോകേണ്ടതില്ല, വലാ ജുമുഅ, അവർ ജുമുഅക്കും പങ്കെടുക്കേണ്ടവരല്ല, വലാ തശയ്യുഉ ജനാസ, മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ കൂടെ പോകേണ്ടവരുമല്ല. നോക്കൂ നിങ്ങൾ, സ്ത്രീകൾ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ സഹായിക്കാം, അങ്ങനെ നബി തങ്ങളുടെ കാലത്ത് പോകാറുണ്ട്. അതേപോലെ തന്നെ ജുമുഅക്ക് അവർ പോകണ്ട, മയ്യത്തിന്റെ കൂടെ പോകണ്ട. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണുങ്ങൾക്ക് കൊടുത്തിട്ട അളവ്. ഇനി നോക്കൂ, മുത്തനബി വീണ്ടും പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആര് അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടോ, ഫഅലൈഹിൽ ജുമുഅ, അവന് ജുമുഅ നിർബന്ധമാണ്. ഇത് പറഞ്ഞ ഉടനെ പറയുന്നു, ഇല്ലംറഅ, സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, ഔ മുസാഫിരിൻ, യാത്രക്കാരന് നിർബന്ധമില്ല, ഔ അബ്ദിൻ ഔ മരീളിൻ, അടിമകൾക്കോ അതുപോലെ രോഗികൾക്കോ നിർബന്ധമില്ല. അപ്പൊ സ്ത്രീകളെ ജുമുഅയിൽ നിന്നും ജമാഅത്തിൽ നിന്നും മുത്തുനബി ഒഴിവാക്കുന്നു. എന്നിട്ടതാ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ നമ്മളെ ഉമ്മയാണ്. ആ ബീവി മുത്തുനബി പറഞ്ഞതായി പറയുന്നു, ഖൈറു സ്വലാത്തിൻ നിസാഇ ഫീ ഖഅരി ബുയൂതിഹിന്ന, സ്ത്രീകളുടെ നിസ്കാരത്തിന് ഏറ്റവും ഉത്തമമായ സ്ഥലം അവരെ വീട്ടിന്റെ ഉള്ളറയിലാകുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, പുന്നാര നബി തങ്ങൾ പറഞ്ഞു, ഇന്ന അഹബ്ബ സ്വലാത്തിൻ തുസല്ലിഹൽ മർആ, ഒരു പെണ്ണ് നിർവഹിക്കുന്ന നിസ്കാരത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിസ്കാരം ഏതാണ്? അൻ തുസല്ലിയ ഫീ അശദ്ദി മക്കാനിൻ ഫീ ബൈതിഹാ ളുൽമാ, അവളെ വീട്ടിൽ ഏറ്റവും ഇരുട്ടുള്ള മുറിയിൽ വെച്ച് നിസ്കരിക്കുന്ന നിസ്കാരമാണ് അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട നിസ്കാരം. പ്രിയപ്പെട്ട സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹുവും അവന്റെ റസൂലും എത്ര കൃത്യമായാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? സ്ത്രീകളെ അല്ലാഹു റസൂലും അവഗണിച്ചതാണോ? ഒരിക്കലുമല്ല, പരിഗണിച്ചതാണ്. ഒരു ദിവസവും 5 നേരം വന്ന് പള്ളിയിൽ ജമാഅത്തിലും വെള്ളിയാഴ്ച മുഴുവനും വന്ന് ജുമുഅക്കും പങ്കെടുക്കുക എന്നുള്ളത് എളുപ്പമുള്ള സംഗതിയല്ല. ആണുങ്ങൾക്ക് തന്നെ നിർവഹിക്കാൻ ഇത് കഠിനമായ ബുദ്ധിമുട്ടുണ്ട്. സഹോദരിമാരെ അവസ്ഥ അവർക്കറിയാലോ, അവര് ഗർഭം ചുമക്കേണ്ടവരാണ്. അത് പുരുഷന്മാർക്ക് ഏറ്റെടുക്കാൻ പറ്റൂല. അത് 1-2 ദിവസമോ മാസമോ അല്ല, 10 മാസം ഗർഭം ചുമക്കണം. അത് കഴിഞ്ഞ് വേദന സഹിച്ച് പ്രസവിക്കണം. അത് കഴിഞ്ഞ് 2 വർഷക്കാലം ഉമ്മമാര് കുട്ടികൾക്ക് മുലയൂട്ടണം. അത് കഴിഞ്ഞാലും ഈ കുട്ടികളെ ശ്രദ്ധിച്ച് പരിപാലിച്ച് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവർ വലുതായാൽ അവരെ മദ്രസയിലും സ്കൂളിലും പറഞ്ഞയച്ച് അവര് തിരിച്ചെത്തുമ്പോഴേക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ഈ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാൻ പോകുന്ന ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി താമസിക്കുന്ന വീടും പരിസരവും വൃത്തിയാക്കി വലിയ ജോലി അവരേറ്റെടുത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ പള്ളിയിൽ നിന്ന് ഹയ്യാലസ്വലാ എന്ന് കേൾക്കുമ്പോൾ ഒരു ദിവസം 5 നേരം മാറ്റിയൊരുങ്ങി ഒരു പെണ്ണ് പള്ളിയിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണോ അല്ല പാരതന്ത്ര്യമാണോ? സ്ത്രീകളെ സംബന്ധിച്ച് അത് താങ്ങാൻ കഴിയാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവരോടുള്ള പരിഗണനയുടെയും സ്നേഹത്തിന്റെയും ഭാഗമായാണ് അവര് ജുമുഅക്കും ജമാഅത്തിനും വരേണ്ടതില്ല എന്ന് അല്ലാഹു റസൂലും കൽപ്പിച്ചിട്ടുള്ളത്.
അതുകൊണ്ട് തന്നെ സഹോദരിമാർക്ക് ആ രീതിയിൽ പള്ളിയിൽ വന്ന് ജുമക്കും ജമാഅത്തിനും വരണം എന്നൊരാള് പറഞ്ഞാൽ അത് അല്ലാഹുവിൻ റസൂലും പഠിപ്പിച്ച പുണ്യകർമ്മത്തെ മാറ്റലാണ്, തിരുത്തലാണ്. അത് അനാചാരം. സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവളുടെ വീടാണ് എന്ന് ഗണ്യതമായി മുത്തനബി പറഞ്ഞിരിക്കെ അല്ല പള്ളിയാണെന്ന് ഒരാൾ പറഞ്ഞാൽ ആ വാദമാണ് ബിദ്അത്ത്, അത് അനാചാരമാണ്. അങ്ങനെ അവർ പോയാൽ ആ ജമാഅത്തിന് അവർക്ക് കൂലി കിട്ടൂല, ആ ജുമഅക്ക് അവർക്ക് പ്രതിഫലം കിട്ടൂല. അപ്പൊ അങ്ങനെയാണ് അനാചാരം എന്ന് പറയുന്നത്. മതം പ്രത്യേകമായ രീതിയിൽ നിശ്ചയിച്ച ഒരു ഇബാദത്തിനെ അതിനെ മാറ്റാനോ തിരുത്താനോ വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് അട്ടിമറിക്കാനോ നമുക്ക് പാടില്ല.